CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലം മരോട് 4 മൈൽ അനങ്ങൻമലയിൽ കോറി പ്രവർത്തിക്കുന്ന ഭാഗം VK ശ്രീകണ്ഠൻ MP സന്ദർശിച്ചു. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനിടെ പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റവും ഉണ്ടായി. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ഞായറാഴ്ച 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും ലഭിച്ചു. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 75ഉം ശരീരഭാഗങ്ങൾ 142ഉം ആയി. പ്രളയത്തിൽ തകർന്നത് വാണിയംകുളം പഞ്ചായത്തിലെ 4 പ്രധാന തോടുകൾ. പനയൂർ, ചെറുകാട്ടുപുലം, തൃക്കങ്ങോട്, മനിശ്ശേരി തോടുകളാണ് പൊട്ടിയത്. ഇതോടെ തോടുകളിലെ വെള്ളം കൃഷിയിടത്തിലൂടെ ഒഴുകുന്നത് കാരണം കൃഷിയിറക്കാനാകാതെ കർഷകർ പ്രയാസത്തിലായി. 6 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് N ഷംസുദ്ദീൻ MLA. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 23 റോഡുകളും 32 ലൈറ്റുകളും സ്കൂളിന് ബസ്, കമ്പ്യൂട്ടർ ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒറ്റപ്പാലം മരോട് 4 മൈൽ അനങ്ങൻമലയിൽ കോറി പ്രവർത്തിക്കുന്ന ഭാഗം VK ശ്രീകണ്ഠൻ MP സന്ദർശിച്ചു. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനിടെ പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റവും ഉണ്ടായി. ഞാനിവിടെ ആക്ഷൻ അതിനെ ഞാൻ അത് കേട്ടല്ലോ. പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ ഓരോ വ്യക്തിനോടും നിങ്ങൾ വ്യക്തികൾ നിങ്ങൾ ജനപ്രതിനിധിയല്ലേ, നിങ്ങൾ ഓരോരുത്തരെ വോട്ട് വാങ്ങി ജയിച്ചതല്ലേ, ഓരോ ആളുകളും കേൾക്കണം. വയനാട്ടിൽ ദുരന്തമുണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ അനങ്ങൻമലയിലെ കോറിയുടെ പ്രവർത്തനം തടയണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നു. നാട്ടുകാരുടെ നിവേദനം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് VK ശ്രീകണ്ഠൻ സ്ഥലത്തെത്തിയത്. പ്രശ്നം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് VK ശ്രീകണ്ഠൻ പ്രദേശവാസികൾക്ക് ഉറപ്പു നൽകി. പ്രദേശത്ത് വിശദമായ പഠനം നടത്തണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും തിങ്കളാഴ്ച നേരിട്ട് കത്തു നൽകുമെന്നും മുഖ്യമന്ത്രിക്ക് ഇമെയിലിൽ കത്തയക്കുമെന്നും പറഞ്ഞു. സർക്കാരിന്റെയും നഗരസഭയുടെയും ഉദ്യോഗസ്ഥരുടെയും ഒത്താശയാണ് കോറിക്ക് അനുമതി ലഭിക്കാൻ കാരണമായതെന്ന് ശ്രീകണ്ഠൻ ആരോപിച്ചു. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനിടെ പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാഗ്വാദമുണ്ടായി. 2020 മുതൽ 2032 വരെ 12 കൊല്ലം പൊട്ടിക്കാൻ അനുമതി കൊടുത്തപ്പോ നിങ്ങളെവിടെയായിരുന്നു? അനുമതിയുണ്ട്, കേട്ടല്ലോ. എനിക്ക് കിട്ടിയ കത്തിൻ്റെ, നിങ്ങളുടെ ആക്ഷൻ കമ്മിറ്റി തന്ന കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിനോട് നമ്മൾ ഇതിൻ്റെ ഒരു വിശദമായ പഠനം നടത്താൻ ആവശ്യം. പിന്നെ ഇവിടെ ഒരു കലാമിറ്റിയോ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമോ ഉണ്ടാവാതിരിക്കാൻ ഡിസാസ്റ്റർ MPയും ഒരു വിഭാഗം പ്രദേശവാസികളുമായിട്ടായിരുന്നു വാഗ്വാദം. കോറിയുടെ പ്രവർത്തനം തടയാൻ ആവശ്യമായ ബിൽ അവതരിപ്പിക്കണമെന്ന ആവശ്യം വാഗ്വാദത്തിലെത്തുകയായിരുന്നു. CCN ഒറ്റപ്പാലം. പ്രളയത്തിൽ തകർന്നത് വാണിയംകുളം പഞ്ചായത്തിലെ 4 പ്രധാന തോടുകൾ. പനയൂർ, ചെറുകാട്ടുപുലം, തൃക്കങ്ങോട്, മനിശ്ശേരി തോടുകളാണ് പൊട്ടിയത്. ഇതോടെ തോടുകളിലെ വെള്ളം കൃഷിയിടത്തിലൂടെ ഒഴുകുന്നത് കാരണം കൃഷിയിറക്കാനാകാതെ കർഷകർ പ്രയാസത്തിലായി.
ഒന്നാം വിള ഇറക്കാത്ത പാടശേഖരങ്ങളിൽ രണ്ടാം വിളയ്ക്ക് നിലം തയ്യാറാക്കാൻ പറ്റാത്ത സ്ഥിതിയാണിപ്പോൾ. കിഴക്കേപ്പാടത്തായി പനയൂർ തോടിന്റെ സംരക്ഷണ ഭിത്തി തകർന്നതോടെ TM UP സ്കൂളിന് സമീപത്തെ പാടശേഖരം വഴിയാണ് വെള്ളമൊഴുകുന്നത്. നിലവിൽ പനയൂർ പാടശേഖരത്തിൽ ഒന്നാം വിള നെൽകൃഷി ഇറക്കിയിട്ടില്ല. തോടിന്റെ ഗതി മാറിയതോടെ കൃഷിയിടങ്ങളിലെ വരമ്പുകൾ ഉൾപ്പെടെ തകർന്ന സ്ഥിതിയാണിപ്പോൾ. ഒന്നാം വിള കൃഷി ഇറക്കിയ ചെറുകാട്ടുപുലത്തെ പാടശേഖരത്തിലാകട്ടെ ചെറുകാട്ടുപുലം തോട് പൊട്ടിയതോടെ ഒന്നാം വിള ഇറക്കിയ നെൽകൃഷിയാകട്ടെ പകുതിയും നശിച്ച സ്ഥിതിയിലാണ്. 11 ഏക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ഇറക്കിയത്. ഈ കൃഷിസ്ഥലത്തിലൂടെയാണ് തോടുപൊട്ടി വെള്ളം ഒഴുകുന്നത്. ചെറിയ കല്ലുകളും ചരൽമണലും കുപ്പികളുമൊക്കെ ഒലിച്ച് പാടങ്ങളിൽ അടിഞ്ഞുകൂടിയ നിലയിലാണ്. 25 ഏക്കർ കൃഷിസ്ഥലത്തിനാണ് ഭീഷണിയുള്ളത്. 15 കർഷകരാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. തോടിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണാതെ കർഷകർ രണ്ടാം വിള കൃഷി ഇറക്കില്ലെന്ന് ചെറുകാട്ടുപുലം പാടശേഖരം പ്രസിഡന്റ് P. ദിലീപ് കുമാർ പറഞ്ഞു. മനശ്ശേരിത്തോട് മംഗലത്തുപടി ഭാഗത്തായാണ് സംരക്ഷണ ഭിത്തിയുടെ ഒരു വശം തകർന്നത്. ഇവിടെ തോടിനെ വളവായതിനാൽ വെള്ളം ഒഴുക്ക് കൂടുതലും പാടത്തേക്കാണ്. ഇതോടെ സമീപത്തെ പാടശേഖരം ഉൾപ്പെടെ 100 ഏക്കറോളം കൃഷിസ്ഥലത്തെ കൃഷിയിറക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. മനശ്ശേരിത്തോടിന്റെ സംരക്ഷണ ഭിത്തികൾ ഉറപ്പുവരുത്തണമെന്ന് നിരവധി തവണ പരാതി നൽകിയതാണ്. വീണ്ടും പൊട്ടിയതോടെ കൃഷിയിറക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായതാണെന്നും പാടശേഖര സെക്രട്ടറി E. സുകുമാരൻ പറഞ്ഞു. തൃക്കങ്ങോട് പാടശേഖരത്തിൽ 30 ഏക്കർ കൃഷിസ്ഥലത്ത് കൂടിയാണ് ചോറോട്ടൂർ തോട് പൊട്ടി ഒഴുകിയത്. ഇവിടങ്ങളിൽ 3 സ്ഥലത്താണ് തോട് പൊട്ടിയത്. ചാത്തൻകുളങ്ങരപ്പാടം, വേങ്ങശ്ശേരി പാടം ഉൾപ്പെടെ ഇതോടെ കൃഷിയിറക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണെന്ന് പാടശേഖര സെക്രട്ടറി രവികുമാർ പാറക്കൽ പറഞ്ഞു. CCN ഒറ്റപ്പാലം. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ചെർപ്പുളശ്ശേരി മേഖല കുടുംബസംഗമം നടന്നു. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പന്തൽ, അലങ്കാരം, ശബ്ദം, വെളിച്ചം എന്നിവ വാടകയ്ക്ക് നൽകുന്നവരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷന്റെ ചെർപ്പുളശ്ശേരി മേഖല കുടുംബസംഗമമാണ് 26 മൈലിലുള്ള പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. രാവിലെ 11 മണിക്ക് പതാക ഉയർത്തിയതോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. തുടർന്ന് നടന്ന സംഗമം ജില്ലാ പ്രസിഡന്റ് ഷക്കീൽ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വൈകുന്നേരം നടന്ന കുടുംബസംഗമം ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. സംഘടനാപരമായ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംഘടനാ പ്രവർത്തനം ശക്തിപ്പെടുത്താനും നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ഇനി എന്തൊക്കെ ചെയ്യണം എന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സംഘടന പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടുണ്ടാവും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറവുകളുണ്ടാകും, നേട്ടങ്ങളുണ്ടാകും. ഇതൊക്കെ ചർച്ച ചെയ്യുന്നത് ഒരു സംഘടനയെ സംബന്ധിച്ച്, ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടനയെ സംബന്ധിച്ച് അനിവാര്യമായ ഒരു കാര്യമാണ്. സംഘടന എപ്പോഴും ശക്തമായി കൂട്ടുത്തരവാദിത്വത്തോടുകൂടി നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത് കൂടുതൽ നേടാൻ ഇത്തരം സംഘടനാപരമായ സമ്മേളനങ്ങൾ കൊണ്ട്, ചർച്ച കൊണ്ട്, തീരുമാനങ്ങൾ കൊണ്ട് കഴിഞ്ഞ 30 കൊല്ലക്കാലത്തെ അനുഭവം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സംഘടനയായി നിങ്ങൾക്ക് മാറാൻ കഴിഞ്ഞു എന്നത് തന്നെ ഇത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. സിനിമാ താരം ഹരി നമ്പോദ മുഖ്യാതിഥിയായിരുന്നു. ചെർപ്പുളശ്ശേരി മേഖലാ സെക്രട്ടറി ജാഫർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ഷക്കീൽ അഹമ്മദ് അധ്യക്ഷനായി. തുടർന്ന് പരിപാടിയിൽ SLC, +2, LSS, USS വിജയികളായ സംഘടനാംഗങ്ങളുടെ മക്കളെ ആദരിച്ചു. നമ്മുടെ മോട്ടിവേഷൻ ക്ലാസ്സിന് പറ്റിയിട്ടുള്ള കൃഷ്ണാസി സൺ ഓഫ് ഷാജി ദോസ്ത് റേറ്റേഴ്സ് ഓഫ് ആയിഷ അൻസുകുട്ടിയെ ക്ഷണിക്കുന്നു. വനിതാ വിംഗിന്റെ പ്രസിഡന്റ്. സൺ ഓഫ് മുരളീധരൻ C, MRC ഡയറക്ടർ മുഹമ്മദ് അസറുദ്ദീൻ, സൺ ഓഫ് ജാഫർ K, LSS USS വിജയ്. നമ്മുടെ ജില്ലാ നേതാക്കന്മാർ ആദരിക്കുന്നു. നല്ലൊരു കൈയടി കൊടുത്ത് ജില്ലാ സെക്രട്ടറി SS അൻസാരി, ട്രഷറർ P. മുരളി, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ TA മുഹമ്മദ് മുസ്തഫ,
ശബരിനാഥൻ എന്നിവർ പങ്കെടുത്തു. മേഖലാ ട്രഷറർ ഹംസക്കുട്ടി ചടങ്ങിന് നന്ദി അറിയിച്ചു. തുടർന്ന് സൈബർ ലോകത്തെ ചതിക്കുഴികൾ എന്ന വിഷയത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥൻ ഇ വിനോദ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് ഗാനമേളയും നടന്നു. CCN ചെർപ്പുളശ്ശേരി. 6 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് MLA N ശംസുദ്ദീൻ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 23 റോഡുകളും 32 ലൈറ്റുകളും സ്കൂളിന് ബസ്, കമ്പ്യൂട്ടർ ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇത് സാമ്പത്തിക വർഷം നമുക്കറിയാം, ഏപ്രിലാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുക. സാധാരണ നമ്മളൊരു മെയ് ജൂണോടുകൂടിയൊക്കെ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ഇത്തവണ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമൊക്കെ ആയിട്ട് അതിന്റെ നടപടികൾ കുറച്ച് വൈകി. എന്നാലും വലിയ കാലതാമസമില്ലാതെ നമ്മളിതിന്റെ എല്ലാ നടപടികളും പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പൊ ഈ 6 കോടി രൂപയിൽ പ്രാദേശിക വികസനം, ചെറിയ വികസന പദ്ധതികൾക്കാണ് എല്ലാ കാലങ്ങളിലും ഇത്തരം ഫണ്ടുകൾ നമ്മൾ വിനിയോഗിക്കാറുള്ളത്. ഇത്തവണ നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ഗ്രാമീണ റോഡുകൾക്ക് വേണ്ടിയുള്ള ആവശ്യം വളരെ ശക്തമായതുകൊണ്ട് പരമാവധി അവ പരിഹരിക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടാത്തത് ഈ തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ ഗ്രാമീണ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് ഗവൺമെന്റ് 1000 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും നിരവധി പഞ്ചായത്ത് റോഡുകൾ തകർന്ന് കിടക്കുകയാണ്. ഏറെ കളിയാക്കലുകൾ നേരിടുന്ന കണ്ണൻകുട്ട് പാലത്തിന്റെ പണി വൈകുന്നത് തന്റെ കുഴപ്പം കൊണ്ടല്ലെന്നും ബജറ്റിൽ 10 കോടി നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും MLA പറഞ്ഞു. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് തന്നെ പിന്നെ ഇതൊക്കെ ധാരാളം ട്രോള് കിട്ടുന്ന ഒരു സാധനം കണ്ണൻകുട്ട് പറഞ്ഞത്. അത് എന്റെ കുഴപ്പമല്ല, കാരണം അത് ചെയ്യാവുന്നതിന്റെ മാക്സിമം. ഇപ്പോ ഒരു കൊല്ലം 5 കോടിയുടെ പ്രവൃത്തി ബഡ്ജറ്റ് വർക്കിൽ അതാണ് MLA മാർക്ക് പറയുന്നത്. ഞാൻ ഈ 2021-22 അത് പറഞ്ഞപ്പോൾ കൊടുത്തത് കണ്ണൻകുട്ട് പറയണം. അപ്പൊ 5 കോടിയേ ഉള്ളൂ, പാലത്തിന് 10 കോടി വരും, അതുകൊണ്ട് തികയില്ലാന്ന് പറഞ്ഞു. ആ വിവരം അതിന്റെ ഓർഡറായിട്ട് നമുക്ക് കിട്ടുന്നത് ഇക്കൊല്ലം. അപ്പൊ ഇക്കൊല്ലത്തെ ബഡ്ജറ്റിൽ 5 കോടി കൊടുക്കും. കഴിഞ്ഞ കൊല്ലത്തിലെ 5 കോടിയാണ് നമ്മൾ ഈ റോഡുകൾ കൊടുത്തത്. ഇപ്പോ 5 ഗ്രാമീണ റോഡ് പറഞ്ഞത് അതുകൂടി കൊടുത്തപ്പോൾ 10 കോടിയായി. അപ്പൊ അത് ഒപ്പിടാവുന്ന പരുവത്തിലായി വെച്ചിട്ടുണ്ട്. അതോടുകൂടി അത് പിന്നെ അനുമതി കിട്ടിക്കഴിഞ്ഞാൽ കണ്ണൻകുട്ട് പാലം ആണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിലെ വികസനം ഇനി ബാക്കി ചെയ്യാനുള്ള ഒന്ന് കണ്ണൻകുട്ട് പാലമാണ്. അപ്പൊ അത് ഇപ്പം മന്ത്രിയുടെ ഓഫീസിലാണ് ഉള്ളത്. അതിന്റെ സ്റ്റാറ്റസ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക. അതുപോലെ ഈ പിന്നെ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യപ്പെടുന്ന വികസന പദ്ധതികൾ അതിന്റെ കുറിച്ചാല് ഞാനത് അസംബ്ലിയിലും പറഞ്ഞതാണ്. ഒരു ടൂറിസം പദ്ധതി, അവിടുത്തെ അപകടങ്ങൾ കുറക്കാവുന്ന ഒരു സംഗതി വരുന്നുണ്ട്. അതിന് റവന്യൂവിന്റെ ഒരു ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ടൊരു നടപടിക്രമമാണ് ബാക്കിയുള്ളത്. അത് എല്ലാ യോഗങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിന് വൈകാതെ അത് കിട്ടും. റവന്യൂവിന്റെ ഒരു പെർമിഷൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അത് കിട്ടിയാൽ അവിടെ ആ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അട്ടപ്പാടി റോഡ് നിർമ്മാണം വൈകുന്നത് ഉദ്യോഗസ്ഥ അനാസ്ഥയാണെന്നും MLA ശംസുദ്ദീൻ കൂട്ടിച്ചേർത്തു. CCN മണ്ണാർക്കാട്. BKMU ശ്രീകൃഷ്ണപുരം മണ്ഡലം കൺവെൻഷൻ കരിമ്പുഴയിൽ നടന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. അന്നാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത്. അതിന്റെ വിശദാംശങ്ങളിലെ ഇവിടെ പറഞ്ഞു. പക്ഷെ അത് ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയത് C. അച്യുതമേനോൻ മുഖ്യമന്ത്രി. ആ ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭൂമി ലഭിക്കുന്നു. എന്നാലൊക്കെ ഇന്നും ഏകദേശ കണക്കാണ്. ഏതാണ്ട് 25 ലക്ഷത്തിലധികം 25.34 ലക്ഷം ആളുകൾക്ക് ഈ ഭൂമി ലഭ്യമാക്കാണ്. അതുകൊണ്ട് ആ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തണം, പരിഷ്കരണം നടത്തണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുജനങ്ങളുടെ അഭിപ്രായം സ്വരൂപിക്കാൻ കഴിയത്തക്ക നിലയിൽ ഉള്ള സംസ്ഥാനതല ശില്പശാല നമ്മൾ നടത്തിയുള്ള വിവിധ സംഘടനകൾ പങ്കെടുക്കുക. ഒരു വ്യക്തി കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരിധി നിശ്ചയിക്കും. സ്വകാര്യ തോട്ടം, പൊതുമേഖലാ തോട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് ഇളവ് കൊടുത്തത് പുനഃപരിശോധിക്കും. ഭൂപരിഷ്കരണ നിയമത്തിൽ കാതലായ മാറ്റം വരുത്തണം. സ്വകാര്യ തോട്ടം, പൊതുമേഖലാ തോട്ടം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾക്ക് ഇളവ് കൊടുത്തത് പുനഃപരിശോധിക്കണമെന്ന് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. BKMU ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ, KY രാമചന്ദ്രൻ, A. ശങ്കരനാരായണൻ, ശ്രീധരൻ, K. ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. SSPU അലനല്ലൂർ യൂണിറ്റ് കൺവെൻഷനും
പുതിയ മെമ്പർമാരെ സ്വീകരിക്കലും സംഘടിപ്പിച്ചു. അലനല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതൊടി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എം ശിവദാസൻ അധ്യക്ഷനായി. സെക്രട്ടറി കെ എസ് ജയൻ സ്വാഗതം പറഞ്ഞു. രാമകൃഷ്ണൻ, ഹസൻ മുഹമ്മദ്, രമേശൻ, ശിവദാസൻ, അംബുജാക്ഷി, ഹരിദാസ് എന്നിവർ സംസാരിച്ചു. CCN ചത്തല്ലൂർ. വ്യാപാരി വ്യവസായി സമിതി ശ്രീകൃഷ്ണപുരം ഏരിയ കമ്മിറ്റി വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ ക്യാമ്പുകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകി. ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വാഹനം ഫ്ലാഗ് ഓഫ് ചെയ്തു. നമ്മുടെ നാട് ഒരു നിലയിലും പരാജയപ്പെടില്ല, തോറ്റുപോകില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ് ഇത്തരത്തിലുള്ള കൊച്ചു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. നേരത്തെയും ശ്രീകൃഷ്ണപുരത്തെ വ്യാപാരികൾ, എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോ ഏതാണ്ട് ഒരു 3 ആഴ്ച മുമ്പാണ് സുബ്രതോ കപ്പ് ഇവിടെ നടന്നത്. ട്രോഫി സ്പോൺസർ ചെയ്യുന്നതിനൊക്കെ നമ്മൾ ഇവിടുത്തെ വ്യാപാരികളോട്, അതിപ്പോ അങ്ങനെ ഒരു പ്രത്യേക വിഭാഗം, ഒരു 4-5 ആളുകളോടൊക്കെ സംസാരിച്ച സന്ദർഭത്തിൽ അവരെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. യുവജന ക്ലബ്ബുകളും ഒക്കെ നമ്മുടെ നാടിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാറുണ്ട്. വ്യാപാരി വ്യവസായി സമിതി കരിമ്പഴി യൂണിറ്റ് പ്രസിഡന്റ് രാജീവ് ശ്രീചിത്ര അധ്യക്ഷനായിരുന്നു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക, വാർഡ് മെമ്പർമാരായ MK ദ്വാരകനാഥൻ, MK പ്രദീപ്, CPIM ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ, വ്യാപാരി വ്യവസായി സമിതി ഏരിയ സെക്രട്ടറി M മണികണ്ഠൻ, CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി B രാജേഷ്, സജി ഇട്ടിക്കൽ, രാജീവ് മാടമ്പി, OG സുരേഷ്, രാകേഷ്, കിരൺ, ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CCN കടമ്പഴിപ്പുറം. മണ്ണാർക്കാട് കൊടുവാളി കൂട്ടായ്മ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് തിളക്കം 2024 അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ KPS പയ്യനടം ഉദ്ഘാടനം ചെയ്തു. ഷംസുദ്ദീൻ അധ്യക്ഷനായി. റിട്ടയർഡ് SI KV മുഹമ്മദ് ഉപ്പ, KV നൌഷാദ്, KV ഹമീദ്, ഷൌക്കത്ത്, റസാഖ്, സഫീർ, ഷബീർ, KV സലീം, മുംതാസ്, സമീർ കിങ്സ്, KV അബ്ബാസ് എന്നിവർ പങ്കെടുത്തു. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് പരിപാടിയിൽ അനുശോചനം രേഖപ്പെടുത്തി. CCN മണ്ണാർക്കാട്. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ഞായറാഴ്ച 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും ലഭിച്ചു. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 75 ശരീരഭാഗങ്ങൾ 142 ആയി. 38 പുരുഷന്മാരുടെയും 20 സ്ത്രീകളുടെയും 3 ആൺകുട്ടികളുടെയും 4 പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇതുവരെ 212 മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. 203 എണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും 3 എണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു. ദുരന്തത്തിന് ഒരാഴ്ച പിന്നിടുമ്പോൾ ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾക്കായുള്ള തിരച്ചിൽ 6ാം ദിവസവും തുടർന്നു. ചാലിയാർ പുഴയോട് ചേർന്ന വനമേഖലയിലാണ് ഇന്ന് പ്രധാനമായും തിരച്ചിൽ നടന്നത്. വനവകുപ്പും സംയുക്ത സംഘവും തിരച്ചിലിൽ പങ്കാളികളാവുന്നുണ്ട്. CCN മലപ്പുറം. ആനമങ്ങാട് ഒടമല മഖാമിൽ കർക്കിടക കഞ്ഞി വിതരണം ചെയ്തു. ഒടമല മഹല്ല് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കഞ്ഞി വിതരണം നടന്നത്. വർഷങ്ങൾക്ക് മുൻപ് ദാരിദ്ര്യവും പട്ടിണിയും വ്യാപകമായിരുന്ന കാലത്ത് ഒടമല മഖാമിൽ നിന്നും ലഭിച്ചിരുന്ന കഞ്ഞി മഹല് നിവാസികൾക്കും അയൽ പ്രദേശത്തുള്ളവർക്കും വലിയ ആശ്വാസമായിരുന്നു. പൂർവികർ കാണിച്ചു തന്ന പാതയിൽ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ മുടങ്ങാതെ മഖാമിൽ കഞ്ഞി വിതരണം നടത്തി വരുന്നുണ്ട്. ഒടമല മഹല്ല് കമ്മിറ്റിയുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കഞ്ഞി വിതരണം നടന്നത്. ഒടമല ദവാ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഉസ്മാൻ ദാരിമിയുടെ നേതൃത്വത്തിൽ നടന്ന മഖാം സിയാറത്തിന് ശേഷം കഞ്ഞി വിതരണം മഹല്ല് പ്രസിഡന്റ് CK മുഹമ്മദ് ഹാജി ഉദ്ഘാടനം ചെയ്തു. CCN പെരിന്തൽമണ്ണ. വയനാടിന് കൈത്താങ്ങായി ആലിപ്പറമ്പ് മിൽക്ക് ആദ്യ മാസത്തെ ലാഭവിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ആലിപ്പറമ്പ് വില്ലേജ് ഓഫീസ് മുഖേനയാണ് പണം നൽകിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒറ്റപ്പാലം വരോട് 4-ാം മൈൽ അനങ്ങൻമലയിൽ കോറി പ്രവർത്തിക്കുന്ന ഭാഗം VK ശ്രീകണ്ഠൻ MP സന്ദർശിച്ചു. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനിടെ പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വാക്കേറ്റവും ഉണ്ടായി. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പുഴയിൽ നടത്തിയ തിരച്ചിലിൽ ഞായറാഴ്ച 2 മൃതദേഹങ്ങളും 10 ശരീരഭാഗങ്ങളും ലഭിച്ചു. ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ 75 ശരീരഭാഗങ്ങൾ 142 ആയി. പ്രളയത്തിൽ തകർന്നത് വാണിയംകുളം പഞ്ചായത്തിലെ 4 പ്രധാന തോടുകൾ. പനയൂർ, ചെറുകാട്ടുപുലം, തൃക്കങ്ങോട്, മനിശ്ശേരി തോടുകളാണ് പൊട്ടിയത്. ഇതോടെ തോടുകളിലെ വെള്ളം കൃഷിയിടത്തിലൂടെ ഒഴുകുന്നത് കാരണം കൃഷിയിറക്കാനാകാതെ കർഷകർ പ്രയാസത്തിലായി.
6 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ച് എൻ ഷംസുദ്ദീൻ MLA. മണ്ണാർക്കാട് മണ്ഡലത്തിൽ 23 റോഡുകളും 32 ലൈറ്റുകളും സ്കൂളിന് ബസ്, കമ്പ്യൂട്ടർ ഉൾപ്പെടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി MLA വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.